ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മധുരയിലേക്ക് പോകാൻ വേണ്ടി തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ട്രെയിനുണ്ട് രാത്രി മധുരയിലേക്ക്. മധുര പുനലൂർ എക്സ്പ്രസ് ആണ്. മധുര പുനലൂർ എക്സ്പ്രസ്സിൽ കയറി മധുരയിൽ പോകാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. വെളുപ്പിന് 3:30 ഇത് മധുരയിലെത്തുന്ന ട്രെയിനാണ്. ഇത് തമ്പാനൂർ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള ഒരു അമ്പലവും സ്റ്റേഷനകത്തുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. രാത്രി തിരക്കില്ല. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് 8:10 തിരുനെൽവേലി എക്സ്പ്രസ്സിൽ മധുരയിലോട്ട് പോകാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായി ഒരു വീഡിയോ എടുത്തിട്ട് മധുരയിൽ പോയി വീഡിയോ എല്ലാം ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് വരാമെന്ന് കരുതിയാണ് പോകുന്നത്. അപ്പോൾ 8:10 തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മധുരയിലേക്ക് പോകുന്ന ട്രെയിനിലാണ് ഞാൻ പോകുന്നത്. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ പുളിയറക്കുണത്തു നിന്നാണ് ഇവിടെ വന്നത്. പുളിയറക്കുണത്തു നിന്ന് KSRTC ബസ്സിൽ ഇവിടെ വന്നു. എൻ്റെ കൂട്ടുകാരൻ ഉണ്ട്. ഇവിടെ നിന്ന് ഒരാളിന് 185 രൂപയാണ് മധുര. ഇങ്ങനെ 2 പേർക്കും ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ 8:10 ട്രെയിനിലാണ് പോകുന്നത്. അപ്പം നേരെ മധുരയിലേക്കുള്ള കാഴ്ചകളാണ് എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റേഷനകത്തോട്ട് പോകാം. സ്റ്റേഷനകത്ത് തിരക്ക് കൂടി വരികയാണ്. ഇപ്പോൾ വിവേക് എക്സ്പ്രസ്സാണ് നിങ്ങൾ നേരെ കാണുന്നത്. ആ ട്രെയിൻ വന്ന് നിൽക്കുന്ന ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. വിവേക് എക്സ്പ്രസ്സിൻ്റെ പല വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ കന്യാകുമാരിയിൽ നിന്ന് തിരുവനന്തപുരം വഴി ദിബ്രുഗഡിലേക്ക് പോകുന്ന ട്രെയിനാണ്. ഈ ട്രെയിന് കന്യാകുമാരിയിൽ നിന്ന് വരുന്ന സമയത്ത് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെയാണ്. തിരുവനന്തപുരത്ത് എത്തുമ്പോൾ സ്മെല്ലൊന്നുമില്ല. പക്ഷെ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം കക്കൂസ് ടാങ്ക് തുറന്നു വിട്ടൊരു അവസ്ഥയാണ്. വിവേക് എക്സ്പ്രസ്സാണ്. വിവേക് എക്സ്പ്രസ് അങ്ങോട്ട് പോവുകയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ട്രെയിൻ രാത്രി 10 മണിക്കാണ് തിരുവനന്തപുരത്ത് എത്തുന്നത്. അതിൻ്റെ ടൈം ഷെയറിങ് ഇങ്ങനെയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ട്രെയിൻ രാത്രി 10 മണിയാകുമ്പം തമ്പാനൂർ എത്തും. ഈ ട്രെയിൻ ഇവിടെ നിന്ന് എത്ര സമയത്തിനകത്ത് എടുക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാനിങ്ങനെ വിവേക് എക്സ്പ്രസിൻ്റെ സൈഡിൽ കൂടെ നടന്ന് പോയത്. അങ്ങോട്ട് പോകുമ്പോൾ നല്ല വൃത്തിയുണ്ട് കേട്ടോ. നല്ല വൃത്തിയായിട്ടാണ് പോകുന്നത്. AC കോച്ചും എല്ലാം നല്ല വൃത്തിയാണ്. തിരിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്താണ് ഗതികേട്. ഞാൻ 2-3 പ്രാവശ്യം ഈ ട്രെയിനിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കയറിയിട്ടുണ്ട്. ഇത് 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഞാൻ വന്നു. ട്രെയിൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നതിൻ്റെ മറ സൈഡിലുള്ള ദൃശ്യമാണ് നിങ്ങൾ ഈ കാണുന്നത്. മറ സൈഡിലുള്ള ദൃശ്യമാണ്. ഞാനിപ്പോൾ 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. മധുര പുനലൂർ എക്സ്പ്രസ് 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. ഈ മധുര ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഈ ട്രെയിന് എളുപ്പമാണ്. കാര്യം 3:30 കറക്റ്റ് അവിടെ എത്തും. മധുര പുനലൂർ എക്സ്പ്രസ് വന്നിട്ടുണ്ട്. കറക്റ്റ് 3:30 ആകുമ്പോൾ മധുര റെയിൽവേ സ്റ്റേഷനിലെത്തും. അവിടെ നിന്ന് നമുക്ക് ഡോർമെറ്ററി എല്ലാം എടുത്ത് ഫ്രഷായി നേരെ ക്ഷേത്രത്തിലേക്ക് പോകാം. പെട്ടെന്ന് ഇതിനെ കയറി തൊഴുതിട്ട് വരാം. കാര്യം വലിയ ക്ഷേത്രമാണ്. പകലൊക്കെ പോയി കഴിഞ്ഞാൽ മണിക്കൂറുകൾ ക്യൂ നിന്ന് മണിക്കൂറുകൾ ചുറ്റി വളഞ്ഞ് വന്നാലേ നിങ്ങൾക്ക് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാൻ തന്നെ പറ്റുള്ളൂ. അതാണ് അവിടുത്തെ ഒരു അവസ്ഥ. അപ്പോൾ അങ്ങനെ നേരത്തേക്ക് ക്ഷേത്രത്തിനകത്ത് പോയി തൊഴുതിട്ട് മടങ്ങണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഈ ട്രെയിന് ബെസ്റ്റാണ്. ഈ ട്രെയിൻ ഒരു ബസ്സിൻ്റെ ആ ഒരു മോഡൽ ട്രെയിനാണ് കേട്ടോ. ബസ്സിൻ്റെ സീറ്റ് പോലെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മധുരൈ പുനലൂർ കണ്ടല്ലോ, മധുരൈ പുനലൂർ. അതിൻ്റെ നമ്പർ അടുത്തോട്ട് പോയാലേ വായിക്കാൻ പറ്റുള്ളൂ. അടുത്ത് നിന്ന് വീഡിയോ എടുക്കുന്നതിന് ലിമിറ്റുണ്ട്. അങ്ങോട്ട് ഒരു ട്രെയിൻ പോവുകയാണ്. അതേത് ട്രെയിനാണെന്ന് അറിഞ്ഞൂടാ. ഇത് ട്രെയിനിനകത്തുള്ള കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഉണ്ടല്ലോ, ഒരു വേണാട് എക്സ്പ്രസിൻ്റെ ആ ഒരു രീതിയിലുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ട്രെയിനിനകത്ത് ഉള്ളത്. നല്ല തിരക്കുണ്ട്. എന്നാലും എല്ലാ കോച്ചിലും സീറ്റുകൾ അവൈലബിൾ ആണ്. ഇന്ന് യാത്ര ചെയ്യാൻ പറ്റും. നല്ല തിരക്കുള്ള ട്രെയിനാണ്. അങ്ങോട്ട് പോകാൻ നല്ല തിരക്കാണ്. നാഗർകോവിൽ ടൗൺ കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. കേരളത്തിനേക്കാളും നല്ല സ്പീഡിലാണ് പോകുന്നത്. കേരളത്തിൽ വളവും തിരിവ് കൂടുതലാണ്. അങ്ങോട്ട് വളവും തിരിവ് കുറവാണ്. നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷൻ കഴിയുമ്പോൾ പിന്നെ മധുര റൂട്ടാണ്. മധുര റൂട്ടിൽ ട്രെയിൻ നല്ല വേഗതയിലാണ് പോകുന്നത്. അതായത് ഇൻ്റർസിറ്റിയിലൊക്കെ പോയിട്ടുള്ളവർക്കുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പുറത്ത് ഒരു ട്രെയിൻ കിടപ്പുണ്ട്. അമൃതയാണെന്നാണ് തോന്നുന്നത്. അമൃത എക്സ്പ്രസ് ആണെന്നാണ് തോന്നുന്നത്. ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയി ആ ട്രെയിൻ നോക്കിയാൽ ട്രെയിൻ എടുത്തോണ്ട് പോകും. ചിലപ്പം പറയാൻ പറ്റില്ല. അമൃത എക്സ്പ്രസ്സാണ് അവിടെ കിടക്കുന്നതെന്ന് തോന്നുന്നു. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെറിയ പണിയൊക്കെ നടക്കുന്നുണ്ട്. അതനുസരിച്ചാണ് ഇവിടെയൊക്കെ ഷീറ്റൊക്കെ വെച്ച് മറച്ചൊക്കെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ട്രെയിനിനകത്ത് വെളിയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
വെളിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ട്രെയിൻ പതുക്കെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. രാത്രിയായതുകൊണ്ട് വലിയ കാഴ്ചകളൊന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. പകല് മധുര റൂട്ടിലാണെങ്കിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. ഞാൻ ഒരുപാട് റീലൊക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. പകല് മധുര റൂട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ല പച്ചപ്പും കാറ്റാടിപ്പാടങ്ങളൊക്കെ കാണാൻ പറ്റും, നല്ല അന്തരീക്ഷമാണ്. രാത്രി വലിയ കാഴ്ചയൊന്നുമില്ല. രാത്രി നമുക്ക് ഈ കാറ്റാടിപ്പാടത്തിൻ്റെ സിഗ്നലൊക്കെ കാണാനേ പറ്റുള്ളൂ, അല്ല വലിയ കാഴ്ചയൊന്നും പ്രതീക്ഷിക്കേണ്ട രാത്രി. അങ്ങനെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ അങ്ങനെ ഒരു സ്റ്റേഷനിലോട്ട് എൻട്രി ചെയ്യാണ്. സ്റ്റേഷൻ ഏതാണെന്ന് നോക്കട്ടെ. രാത്രി ആയതുകൊണ്ട് ബോർഡൊന്നും അത്ര വ്യക്തമല്ല. നാഗർകോവിൽ ടൗണാണ്. നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷനിലോട്ട് ട്രെയിൻ എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷൻ പകൽ നല്ല ഭംഗിയാണ്. ഇവിടുന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ടൗൺ റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ വിട്ടു. ഇവിടുന്ന് ട്രെയിൻ വിട്ടിട്ടുണ്ട്. ഇവിടുന്ന് റണ്ണിങ് ആയി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി നല്ല വേഗതയായിരിക്കും. അങ്ങോട്ട് പോകുന്ന വഴിക്ക് നല്ല വേഗതയാണ്. കേരളത്തിൽ പോലും ഇത്രയും വേഗത ചിന്തിക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്കും വളവും തിരിവൊക്കെ കൂടുതലാണ്. പിന്നെ രാത്രി തമിഴ്നാട്ടിലോട്ട് പോകുമ്പോൾ സൈഡിലൊക്കെ ഇരിക്കുന്നവർ നോക്കിയിരിക്കുന്നത്, ഇല്ലെങ്കിൽ കഴുത്തിൽ കിടക്കുന്ന മാലയും കമ്മലെല്ലാം കാതിലൊക്കെ കിടക്കുന്നതൊക്കെ പൊട്ടിച്ചെടുത്തുകൊണ്ട് പോകും. അതാണ് വേറൊരു പ്രശ്നം. ദൂരെ എന്തോ ഒരു സംഭവം കാണാൻ, എന്തോ ഫാക്ടറി അങ്ങനെ എന്തോ വലിയൊരു സംഭവമാണ്. ട്രെയിൻ നിർത്തിയിട്ടിരിക്കുകയാണ് ഇവിടെ. എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല. എല്ലാവരും ഉറക്കത്തിലും ഒക്കെയാണ്. വീഡിയോ എടുക്കുന്നതിനൊക്കെ ലിമിറ്റുണ്ട്. തമിഴ്നാട്ടിൽ കൂടെ ഇങ്ങനെ ട്രെയിൻ പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. കാറ്റാടി പാടമൊക്കെ കാണാം. കാറ്റാടി യന്ത്രം കറങ്ങുന്നുണ്ട്. രാത്രിയുള്ള വിഷ്വൽസ് എടുക്കുന്ന മണ്ടത്തിലാണ്, ഒന്നും കിട്ടത്തില്ല. എന്നാലും മാക്സിമം ഞാൻ ഉള്ളത് എടുക്കുന്നുണ്ട്. ഈ ആ കാണുന്ന ലൈറ്റിൻ്റെ സംഭവങ്ങളൊക്കെ എന്ന് പറയുന്നത് കാറ്റാടിപ്പാടത്തിൻ്റെ സിഗ്നലാണ്. കാര്യം വിമാനത്തിൻ്റെ ഇതിൽ വരുന്ന സമയത്ത് സിഗ്നൽ കിട്ടാൻ വേണ്ടി ലൈറ്റ് വെച്ചിരിക്കുകയാണ്. ഇതൊരു റെയിൽവേ സ്റ്റേഷൻ ആണ്. ഏതാണെന്ന് നോക്കട്ടെ, ബോർഡ് വ്യക്തമല്ല. വീഡിയോ എടുക്കുന്നത് കൊണ്ട് മൊബൈലിൽ നോക്കാനും പറ്റില്ല. ഇത് വള്ളിയൂർ ആണ്. വള്ളിയൂർ, അതെ വള്ളിയൂർ റെയിൽവേ സ്റ്റേഷനാണ്. വള്ളിയൂർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെയൊക്കെ സൈലൻ്റ് ആണ് കേട്ടോ. രാത്രിയൊക്കെ വലിയ നിൽക്കുന്നതൊക്കെ പേടിച്ച് വേണം അവിടെ നിൽക്കാൻ. സൈലൻ്റാണ്, ഭയങ്കര സൈലൻ്റാണ്. ഒരുപാട് പ്രശ്നക്കാരൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. സ്റ്റേഷനിൽ എൻട്രി ചെയ്യുന്ന ട്രെയിനിൽ തന്നെ ഭയങ്കര വേഗതയാണ്. വേഗതയിൽ ട്രെയിനിൻ്റെ ആ ഒരു ഇത് തമിഴ്നാട്ടിൽ തന്നെയാണ് കേട്ടോ. അതിൽ യാതൊരു മാറ്റമില്ല. തമിഴ്നാട്ടിൻ്റെ ആ ഒരു വേഗത അത് വളരെ വലിയ വേഗതയാണ്. കേരളത്തിൽ വളവും തിരിവും കൂടുതലാണ് പ്രശ്നം. ഇവിടെയും വേഗതയിൽ പോവും, പക്ഷേ വളവും തിരിവുള്ള സ്ഥലത്തൊക്കെ എത്തുമ്പോഴാണ് ട്രെയിനിൻ്റെ സ്പീഡ് മാക്സിമം. തമിഴ്നാട്ടിലൊക്കെ മണിക്കൂറുകൾ കണ്ടിന്യൂ വേഗതയിൽ പോകും. ക്രോസിങ്ങൊക്കെ അടിച്ച് പറത്തിയെടുത്തുകൊണ്ടാണ് പോകുന്നത്. അവിടെ ഒരു ട്രെയിൻ കിടപ്പുണ്ട്, അത് ഏതാണെന്ന് കാണാൻ പറ്റുന്നില്ല. രാത്രി ആണ്ട് വെട്ടം അത്ര ക്ലിയർ അല്ല. ഇതൊരു ട്രെയിൻ അവിടെ കിടപ്പുണ്ട്, ഏതാണെന്തോ. ഇതൊരു ട്രെയിൻ അവിടെ കിടക്കുന്നു. ഏത് ട്രെയിനാണെന്തോ, അത് കറക്റ്റ് വായിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അടുത്തൊരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് നോക്കട്ടെ. ഇത് തിരുനെൽവേലി ജംഗ്ഷനാണ്. ഒരു ട്രെയിൻ പോകുന്ന വേഗതയുണ്ട്. തിരുനെൽവേലി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആയിട്ടുണ്ട്. മധുര എത്താൻ വലിയ ദൂരമൊന്നുമില്ല. ഒരു ട്രെയിൻ പോകുന്നുണ്ട്. രാത്രി ഉറങ്ങുന്നവരെ ഡിസ്റ്റർബ് ചെയ്ത് വീഡിയോ എടുക്കണ്ട എന്ന് വിചാരിച്ചാണ് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുക്കുന്നത്. ഇത് ഈ പോകുന്ന ട്രെയിൻ തൂത്തുക്കുടി പോകുന്ന ട്രെയിനാണ് കേട്ടോ. തൂത്തുക്കുടി ആണ്. ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുള്ള റൂട്ടാണ് കേട്ടോ മധുര. കേരളത്തിൽ നിന്ന് പോകുന്നവർ ശ്രദ്ധിക്കുക, ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുള്ള റൂട്ടാണ്. മധുരൈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. തമിഴിലെ സൂപ്പർ ഹിറ്റ് സിനിമ ഗില്ലി ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. അതുപോലെ തന്നെ പല സിനിമകളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഗില്ലി സിനിമയിൽ നോക്കി ഈ ബോർഡ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. റെയിൽവേ സ്റ്റേഷൻ കാണിക്കുന്ന സമയത്ത് ഈ ബോർഡാണ് ഫസ്റ്റ് കാണിക്കുന്നത്. ഈ റെയിൽവേ സ്റ്റേഷൻ ഫുൾ കവർ ചെയ്തായിരുന്നു ആ സിനിമയുടെ ഷൂട്ടിംഗ്. ഇവിടെ നിന്ന് പുറത്തിറങ്ങി ഒരു താമസ സൗകര്യം അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. കിട്ടില്ല, മണി
11:30 നമ്മൾ വന്ന ട്രെയിനിൻ്റെ എൻജിൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു പോകാൻ പുനലൂർ പാസഞ്ചർ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകാൻ വേണ്ടി എൻജിൻ മാറ്റി കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നടക്കട്ടെ. മീനാക്ഷി ടെമ്പിൾ പോകുന്ന വഴി ആരോ കൊടുത്തിരിക്കുന്നുണ്ട്. മീനാക്ഷി ടെമ്പിൾ പോകുന്ന വഴി രാത്രി ഒരുപാട് ആൾക്കാർ, വീടില്ലാത്ത ആൾക്കാരുണ്ട്. എല്ലാവരും റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് കിടന്ന് ഇറങ്ങുന്നത്. കേരളത്തിനേക്കാളും കാണാൻ പറ്റുന്ന കാഴ്ചയാണ് ഇത്. മധുര മീനാക്ഷി ക്ഷേത്രം, ഇവിടുത്തെ സംഭവങ്ങൾ മാപ്പായിട്ട് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനകത്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. മാപ്പായിട്ട് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനകത്ത് കൊടുത്തിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ മാതൃക, മധുരയുടെ കുറേ ചരിത്രങ്ങളൊക്കെയാണ് ഈ മാപ്പിൽ വരച്ചു കൊടുത്തിരിക്കുന്നത്. അത് കൊള്ളാം, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. മധുരയുടെ കുറച്ച് ചരിത്രങ്ങളാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ക്ഷേത്രം ആ സൈഡിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. കൊട്ടാരം, എന്തൊക്കെ കൊട്ടാരങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഏതാണെന്നൊന്നും കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. ചരിത്രത്തിൽ വളരെ വീക്കാണ്. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങേണ്ട വഴിയാണിത്. ഇവിടെ ഈ മാപ്പ് കണ്ടതിന് ശേഷം പുറത്തിറങ്ങി പോവുക. നമുക്ക് സെക്കൻഡ് പാർട്ട്